everyone, once again welcome back. ഓണമൊക്കെ ഇങ്ങ് അടുത്തുപോലെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഇപ്പോഴത്തെ ട്രെൻഡാണ് ലോട്ടസ് പെയിൻറ്റിങ് അല്ലേ. ലോട്ടസിൻ്റെ മാല, അതുപോലെ തന്നെ സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലും ലോട്ടസിൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായ ലോട്ടസ് പെയിൻറ്റിങ് എങ്ങനെയാണ് സെറ്റ് മുണ്ടിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ നമ്മളിവിടെ ഉടുക്കുന്ന ഈ ഭാഗം ഇവിടെയായിട്ടാണ് നമ്മൾ സെറ്റ് മുണ്ടിന് പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോട്ടസിൻ്റെ ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുക കേട്ടോ. പെയിൻറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് നമുക്ക് വീട്ടിൽ ഇത്തവണത്തെ ഓണത്തിന് നമ്മുടെ സെറ്റ് മുണ്ടിലും സാരിയിലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് ലോട്ടസ് ഡിസൈൻ കൊടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം നമുക്കൊരു ടേബിളിൽ വിരിച്ചിടാം. ഇതിൻ്റെ അടിയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ പേപ്പറോ നമുക്ക് വിരിച്ചിടണം. അല്ലെങ്കിൽ ഇതിൻ്റെ ആ പെയിൻറ്റിങ് നമുക്ക് താഴെ നമ്മൾ ടേബിളിലൊക്കെ പറ്റി പിടിക്കും. അപ്പോൾ അടിയിൽ നമുക്ക് പറ്റി പിടിക്കാതെ കട്ടിയുള്ള തുണിയോ പേപ്പറൊക്കെ വിരിച്ചിട്ട് വേണം ഡിസൈൻ കൊടുക്കാനായിട്ട്. ഈ കസവ് ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. താമര വരയ്ക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇനി താമര ഇല വരയ്ക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹെവി ബോഡി അക്രിലിക് പെയിൻറ്റ്. ഇതാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഈ പെയിൻറ്റ് വെച്ചിട്ടാണ് നനഞ്ഞാൽ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫാബ്രിക്കിലും ചെയ്യാൻ പറ്റിയ പെയിൻറ്റാണ്. ആദ്യം ഞാൻ കുറച്ച് റെഡ് പെയിൻറ്റാണ് വയ്ക്കുന്നത്. ഇനി വൈറ്റ് പെയിൻറ്റ് എടുക്കാം. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ബ്രഷ് കൊണ്ട് നമുക്ക് ആ ഡിസൈനിൽ ഇത് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ലീഫ് ഗ്രീൻ കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്യാം.